ഇന്ന് നാം ചിന്തിക്കുന്നത് യോശുവയുടെ പുസ്തകത്തിലെ 10-ാം അധ്യായത്തിൽ നിന്നുള്ള ചില ചിന്തകൾ തന്നെയാണ്. സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലോൺ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞ ഭാഗമാണ് 12 മുതൽ 15 വരെയുള്ള ഭാഗം. അവിടെ നമ്മൾ താഴ്വരകളെ കുറിച്ച് പഠിച്ച സമയത്ത് അയ്യാലോൺ താഴ്വരയെ കുറിച്ച് പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മ കാണും. അതുകൊണ്ട് ഞാൻ ആ ഭാഗം ആവർത്തിക്കുന്നില്ല. പക്ഷേ 10-ാം അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ദൈവം നേരിട്ടിറങ്ങി വന്ന് ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. അതിനുവേണ്ടി യോശുവയുടെ അധരങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു. എന്തിന് സൗരയൂഥം പോലും നിശ്ചലമായി. ചന്ദ്രനെയും സൂര്യനെയും നിശ്ചലമാക്കിക്കൊണ്ട് ഭൂമിയിൽ നടന്ന ഏക യുദ്ധമാണ് യോശുവയുടെ കാലത്ത് നടന്ന യുദ്ധം. ശാസ്ത്രശാഖകൾ പോലും ശാസ്ത്രജ്ഞന്മാർ പോലും അത് അംഗീകരിക്കുവാൻ തക്കവണ്ണം ഇന്നും ലോക ചരിത്രത്തിന്റെ ഏടുകളിൽ അത് തങ്കലിപികളാൽ കൊത്തപ്പെട്ട് കിടക്കുന്നു. അതല്ലെങ്കിൽ ചിലർക്കത് മനസ്സിലാക്കാൻ കഴിയാതെ അതിനെക്കുറിച്ച് ഇപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ഗവേഷണം നടത്തിയാലും സർവശക്തനാണല്ലോ നമ്മുടെ ദൈവം. എൽ ഷഡായ്, സർവശക്തനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് അവൻ കൽപ്പിച്ചാൽ സൂര്യൻ നിൽക്കും, ചന്ദ്രൻ നിൽക്കും. ആകാശത്തിലെ പക്ഷി മൃഗാദികളെല്ലാം, ഭൂമിയിലെ മൃഗങ്ങളും ആകാശത്തിലെ പക്ഷികളും അവൻ കൽപ്പിക്കുന്നതെല്ലാം അനുസരിക്കും. എന്തിന്? സമുദ്രം അവൻ പറയുന്നതിനെ അനുസരിക്കും, കാറ്റ് അവൻ പറയുന്നതിനെ അനുസരിക്കും, പ്രകൃതി ശക്തികൾ കർത്താവ് പറയുന്നതിനെ അനുസരിക്കും. ഇങ്ങനെ ലോകത്തുള്ള സകലതും കർത്താവ് പറയുന്നതിനെ അനുസരിക്കും. ആകെ അനുസരിക്കാത്ത ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആ അനുസരണക്കേട് നിമിത്തം ഇന്ന് വരെ നമ്മൾക്ക് ദൈവത്തിന്റെ ആത്യന്ത ശക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. ഇപ്പോഴും നമ്മൾ ആ കാര്യത്തിൽ അജ്ഞരാണ്. ദൈവശക്തിയുടെ പ്രദർശനശാലകളായിരിക്കേണ്ട നമ്മൾ ഇന്നും ദൈവശക്തിയുടെ അഭാവം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. പ്രിയ ദൈവമക്കളെ, ആകയാൽ 10-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ടതാണ്. അമോന്യരുമായി ഉള്ള യുദ്ധത്തിൽ അത്ഭുതകരമായ തരത്തിൽ സ്വർഗം ഇറങ്ങി വന്ന് യുദ്ധം ചെയ്തു. യുദ്ധം ജയിക്കുവോളം സൂര്യൻ അസ്തമിച്ചില്ല. യുദ്ധം ജയിക്കുവോളം ചന്ദ്രൻ ഉദിച്ചില്ല. യുദ്ധം ഭംഗിയായി നടന്നു. ഒടുവിൽ പ്രിയ ദൈവമക്കളെ, യുദ്ധം ജയിച്ചതിന് ശേഷമാണ് സൗരയൂഥം ചലിക്കാൻ തുടങ്ങിയത്. അഥവാ ഭൂമിയും സൂര്യനും ചന്ദ്രനും നിശ്ചലമായി നിന്നു എന്ന് മാത്രം സാരം. പോകട്ടെ, നമ്മളതിൻ്റെ 16-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ 5 രാജാക്കന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ 5 രാജാക്കന്മാരും ഇസ്രായേൽ ജനത്തെ ഭയന്ന് യോശുവയെ ഭയപ്പെട്ട് ഓടുകയാണ്. പ്രധാനമായും 10-ാം അധ്യായത്തിൽ യോശുവയുടെ യുദ്ധതന്ത്രങ്ങൾ വിവരിച്ചിട്ടുണ്ട്. പഞ്ചതന്ത്രങ്ങളാണ് യോശുവ യുദ്ധത്തിൽ ഉപയോഗിച്ചത്. 1 പതിയിരുന്ന ആക്രമണമാണ്. 2 രാത്രികാല ആക്രമണമാണ്. 3 ശത്രുക്കൾ പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള മിന്നലാക്രമണമാണ്. യോശുവയുടെ യുദ്ധതന്ത്രങ്ങൾ പ്രധാനമായും 3ആണ്. 1 പതിയിരുന്ന ആക്രമണമാണ്. 2 രാത്രികാല ആക്രമണമാണ്. 3-ാമത്തേത് ശത്രുക്കൾ പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള മിന്നലാക്രമണമാണ്. ഇങ്ങനെ ഈ 3 തന്ത്രങ്ങൾ ഇന്നും ഇസ്രായേലിന്റെ തന്ത്രങ്ങളുടെ ഭാഗമാണ്. ഈ തന്ത്രങ്ങളാണ് യോശുവയ്ക്ക് ജയം നൽകാൻ ഒരു പരിധിയിൽ സഹായിച്ചത്. സർവത്തിനും ഉപരിയായി സൈന്യങ്ങളുടെ ദൈവമായ യഹോവ യോശുവയുടെ പക്ഷത്തുണ്ടായിരുന്നു. അതുകൊണ്ട് യുദ്ധത്തിലെല്ലാം ജയം നൽകി. പ്രിയരെ, 32-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: യഹോവ ലാക്കീസിനെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അതിനെ 2-ാം ദിവസം പിടിച്ചു. ലിബ്നയോട് ചെയ്തതുപോലെയൊക്കെയും
അതിനെയും അതിലുള്ള എല്ലാവരെയും വാളിന്റെ വാഴ്ത്തലയാൽ സംഹരിച്ചു കളഞ്ഞു. 10-ാം അധ്യായത്തിൽ മുഴുവനും ദൈവജനത്തിന്റെ വിജയത്തെക്കുറിച്ചാണ് കാണുന്നത്. 7-ാം അധ്യായം പരാജയത്തിൻ്റെതായിരുന്നെങ്കിൽ ആ പരാജയം എന്നേക്കുമായുള്ള വിജയത്തിന് കാരണമായി തീർന്നു. ഞാൻ ഇതിനു മുൻപുള്ള എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പരാജയം ഒരിക്കലും നിരാശപ്പെടാനുള്ളതല്ല. പരാജയം ഒരിക്കലും തളരാനുള്ളതല്ല. പരാജയം ഒരിക്കലും പിന്മാറാനുള്ളതല്ല. പരാജയം ഒരിക്കലും തകരാനും തകർച്ചയ്ക്കുമുള്ളതല്ല. പരാജയം വിജയത്തിനുള്ള ചവിട്ടുപടിയാണ്. ദൈവമക്കളെ, അതുകൊണ്ട് ഏതെങ്കിലും മേഖലകളിൽ, പരീക്ഷയിലോ ഇന്റർവ്യൂവിലോ കുടുംബജീവിതത്തിലോ സാമ്പത്തിക മേഖലകളിലോ അല്ലെങ്കിൽ സംഘടനാപരമായ കാര്യങ്ങളിലോ വ്യക്തിപരമായ വിഷയങ്ങളിലോ എവിടെയെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജയം തരുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു എന്ന വസ്തുത മറക്കരുത്. അവൻ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ജയം സുനിശ്ചിതമാണ്. ദൈവത്തിന് സ്തോത്രം. വിളിക്കപ്പെട്ട നമ്മൾ, ജയം തരുന്ന കർത്താവ്, ശക്തി തരുന്ന പരിശുദ്ധാത്മാവ്, ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ പരാജയപ്പെടാൻ സമ്മതിക്കുക. പക്ഷെ ഒരു കാര്യം, കർത്താവ് നമ്മുടെ ഹൃദയത്തിനകത്തോ പുറത്തോ, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. യേശു നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വാസം ചെയ്യുന്നെങ്കിൽ തോക്കില്ല, പരാജയപ്പെടില്ല. പരാജയത്തെ അവൻ വിജയമാക്കി മാറ്റും. അതാണ് നമ്മൾ 10-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ഏകദേശം 31 രാജാക്കന്മാരെ യോശുവ യുദ്ധം ചെയ്ത് കീഴടക്കി. ചെറിയ കാര്യമാ? 31 രാജാക്കന്മാരെ കീഴടക്കി. ഏറ്റവും ഒടുവിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. യോശുവയുടെ യുദ്ധമെല്ലാം തീർന്ന് യോശുവ ഇതെല്ലാം പാതിച്ചു കൊടുത്തു. ഇവിടെ നമ്മൾ കാണുന്നു 11:21 വാക്യം. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും യോശുവ ദേശം മുഴുവനും പിടിച്ചു. യോശുവ അതിനെ ഇസ്രായേലിന് ഗോത്രവിഭാഗപ്രകാരം ഭാഗിച്ചു കൊടുത്തു. ഇങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിന് സ്വസ്ഥത വന്നു. യോശുവയെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ, മോശ ഉത്തരവാദിത്വം യോശുവയ്ക്ക് കൈമാറുമ്പോൾ എന്തായിരുന്നോ വിഭാവന ചെയ്തിരുന്നത്, എന്തായിരുന്നോ ലക്ഷ്യമിട്ടിരുന്നത്, അത് പൂർത്തീകരിച്ചു. ഇതൊരു വലിയ കൃപയാണ്. ചുമതല കൈമാറുമ്പോൾ മോശ എന്താണോ പ്രതീക്ഷിച്ചിരുന്നത്, ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ യോശുവയ്ക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്നതിനേക്കാൾ കനമേറിയതായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തം യോശുവയ്ക്ക് കൊടുത്ത് അവനെ നാൾതോറും ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും. മോശയ്ക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ യോശുവയ്ക്ക് പുതുക്കി പുതുക്കി കൊടുത്തു. അതനുഭവിച്ചു. എന്നാൽ ഹായി പട്ടണത്തിന്റെ കാര്യത്തിൽ മാത്രം ഒരു പരാജയം സംഭവിച്ചു. ജയം അഹങ്കാരത്തിന് കാരണമായി, ജയം സ്വാർത്ഥതയ്ക്ക് കാരണമാക്കി, ജയം താൻ പ്രാമാണിത്വത്തിന് കാരണമാക്കി, ജയം ദൈവത്തെ മറക്കാൻ കാരണമായി, ജയം ദൈവത്തിന്റെ മഹിമകളെ വിസ്മരിക്കാൻ തയ്യാറായി, സ്വന്തം ബുദ്ധിയിൽ ഊന്നി, സ്വന്തം കരുത്തിൽ ആശ്രയിച്ചു. ആ ഒരു മാറ്റം, വിജയം ഒരു വ്യക്തിയിലുണ്ടാക്കിയ, വിജയം ഒരു സമൂഹത്തിലുണ്ടാക്കിയ വൈകാരികമായ മാറ്റങ്ങൾ വലിയ പരാജയങ്ങൾക്ക് കാരണമായി.
പ്രിയ ദൈവമക്കളെ, ഇന്ന് ജയിച്ച് നിൽക്കുന്ന ചിലരുണ്ടല്ലോ. പോയിടത്തെല്ലാം ജയം, ബിസിനസ് വളരെ വിജയം, ഭയങ്കര ലാഭം, മക്കൾ എല്ലാം വിജയം, വിവാഹം വിജയം, കുടുംബജീവിതം വിജയം, സാമ്പത്തിക ബാധ്യതകൾ ഒന്നുമില്ല, സുഖം 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 സുഖം. അപ്പോഴേ പറയട്ടെ, വേണ്ട, അങ്ങനെയൊന്നും ജീവിതം തീരുകയല്ല. സുഖവും ദുഃഖവും കൂടി ചേരുമ്പോഴേ ജീവിതമാകൂ. ഇന്ന് സുഖിക്കുന്നവരാണ് നാളെ ദുഃഖിക്കുന്നവർ. ഇന്ന് കരയുന്നവരാണ് നാളെ ചിരിക്കുന്നവർ. ഇന്ന് ധനവാന്മാരായി ജീവിക്കുന്നവരാകാം നാളത്തെ ദരിദ്രന്മാർ. ഇന്നത്തെ ദരിദ്രന്മാരാകാം നാളത്തെ ധനവാന്മാർ. ഇന്നത്തെ ആരോഗ്യവാന്മാരാകാം നാളത്തെ രോഗികൾ. ഇന്നത്തെ രോഗികളാകാം നാളത്തെ ആരോഗ്യവാന്മാർ. അതുകൊണ്ട് ഒന്നും ശാശ്വതമല്ല. കർത്താവിന്റെ കരങ്ങളിൽ എല്ലാം സുരക്ഷിതമാണ്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ പ്രിയ ദൈവമക്കളെ, യോശുവയെ പോലെ പരാജയത്തിൽ നിന്ന് പഠിച്ചു, പരാജയത്തിൽ നിന്ന് പ്രത്യാശിച്ചു, ജയത്തെ മുന്നിൽ കണ്ട് ദൈവം എന്നോട് കൂടെയുണ്ട് എന്നുള്ളതിനാൽ എനിക്ക് പരാജയം ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ച് മുൻപോട്ട് പോയാൽ ജയം സുനിശ്ചിതമാണ്. തോക്കല്ലേ, പരാജയപ്പെടല്ലേ, തളരല്ലേ, ക്ഷീണിക്കല്ലേ, വിഷമിക്കല്ലേ, കരയില്ലേ. സാരമില്ല, വലങ്കൈ തന്ന് വലങ്കൈ കാണിച്ച് അത്ഭുതകരമായി നടത്തുന്ന ഒരു കർത്താവ് നമ്മൾക്കായി ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ രാജാക്കന്മാരെ എല്ലാം യോശുവ കീഴടക്കി. 10:41 യോശുവ കാദേശ് ബർന്നയ മുതൽ ഗസ വരെയും ഗിബയോൻ വരെയും ഗോശൻ ദേശമൊക്കെയും ജയിച്ചടക്കി. യോശുവയ്ക്ക് വിശ്രമം ഉണ്ടായിരുന്നില്ല. ദൈവജനത്തിന്റെ അതിർത്തികളെ വലുതാക്കി 450 വർഷങ്ങൾക്കപ്പുറത്ത് തന്റെ വല്യപ്പച്ചനായ യാക്കോബിനും കനാൻ നാട്ടിൽ നിന്ന് വന്ന 70ഓളം പേർക്ക് തന്റെ വല്യേട്ടായ യൗസേപ്പ് പങ്കിട്ട് കൊടുത്ത, വിഭാഗിച്ചു കൊടുത്ത, താമസിക്കാൻ കൊടുത്ത ആ ദേശം, ഗോശൻ ദേശം, അത് ജാതീയ രാജാക്കന്മാരുടെ കയ്യിൽ പെട്ടുപോയി. ദൈവം അബ്രാഹാമിന് വാഗ്ദത്തം ചെയ്തിരുന്ന വാഗ്ദത്താദേശം ജാതീയ രാജാക്കന്മാരുടെ കയ്യിൽ പെട്ടുപോയി. ദൈവമക്കളുടെ അവകാശം ജാതീയ രാജാക്കന്മാരുടെ കരങ്ങളിലായി. അത് ദൈവത്തിന് സഹിച്ചുകൂടായിരുന്നു. ദൈവത്തിന്റെ മക്കൾക്ക് കൊടുക്കുന്ന വാഗ്ദത്തം, അവകാശങ്ങൾ, ഇത് അടിയറ വയ്ക്കപ്പെടുന്നതും നഷ്ടപ്പെടുന്നതും നമ്മുടെ ദൈവത്തിന് സഹിച്ചുകൂടാ. ആത്മീക ജീവിതത്തിന്റെ പ്രബുദ്ധത, ഉണർവ്, ശാക്തീകരണം, ഉന്നതി, ഇതെല്ലാം ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. യേശു കർത്താവ് തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ നമ്മൾ ഈ ലോകത്തിന്റെ അടിമകളായി, പിശാചിന്റെ കരങ്ങളിലെ ചട്ടുകങ്ങളായി നമ്മുടെ ജീവിതത്തെ പാപത്തിനകത്ത് ബന്ധിച്ചിടുന്നത് കർത്താവിന് സഹിച്ചുകൂടാ. ഈ സാഹചര്യത്തിൽ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. ദൈവം ചിലരെ നമ്മുടെ അടുക്കലേക്ക് വിടും. ദൈവം ചിലരെ നമ്മുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കും. ജയം കൊടുക്കാൻ, സമൃദ്ധി കൊടുക്കാൻ, ഉയർച്ച കൊടുക്കാൻ ദൈവം ചിലരെ നിയോഗിക്കും. ദൈവമക്കളെ, ആകയാൽ ജയം തരുന്ന കർത്താവ് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ
വളരെ വലുതായി കാണുന്നു. അതിനുവേണ്ടി അവൻ വഴികളെ ഒരുക്കുന്നു, മാർഗങ്ങളെ ഒരുക്കുന്നു. ആ നല്ലവനായ കർത്താവ് എത്രയോ 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 നല്ലവൻ. ആകയാൽ പതറല്ലേ, തളരല്ലേ. ദൈവത്തിന്റെ ഇഷ്ടം, ദൈവജനത്തിന് വെച്ചിട്ടുള്ള അവകാശങ്ങൾ അവർ തന്നെ അനുഭവിക്കണം. താൻ ദൈവമക്കൾക്ക് കൊടുത്തിട്ടുള്ള കഴിവുകൾ, പ്രാപ്തികൾ, ബുദ്ധിയും ശക്തിയും വിവേകവും വിവരവും വിദ്യാഭ്യാസവും ഓർമ്മയും, ഇതെല്ലാം ഈ ലോകത്തിന് വേണ്ടി ചെലവിട്ട് തീർക്കേണ്ടതല്ല. അതെല്ലാം ദൈവത്തിന് വേണ്ടി ചെലവിട്ട് തീർക്കേണ്ടതാണ്. 60 വയസ്സ് കഴിയുമ്പോൾ മുതൽ ഓർമ്മക്കുറവുകളും കഴിവുകുറവുകളും ഒക്കെ സ്വാഭാവികമായി ഒരു മനുഷ്യനെ സമീപിച്ചേക്കാം. അതുകൊണ്ട് അതിനു മുൻപ് എനിക്കുള്ള ഓർമ്മകളും കഴിവും ഈ ലോകത്തിന്റെ അധിപതിക്ക് വേണ്ടി, പണത്തിന് വേണ്ടി, മാമോന് വേണ്ടി, സുഖജീവിതത്തിന് വേണ്ടി, ലോകപ്രകാരമുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി, ഉന്നതിക്ക് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടി മാത്രം ചെലവിട്ട് തീർക്കല്ലേ സുഹൃത്തെ. അത് ദൈവത്തിന് പ്രയോജനപ്പെടട്ടെ, ദൈവനാമത്തിന്റെ മഹത്വത്തിനായി തീരട്ടെ. 2 ചത്തും വേരറ്റും കൈയും കാലും അനക്കാൻ കഴിയാതെയാകുമ്പോൾ, കണ്ണിന്റെ കാഴ്ചയും ചെവിയുടെ കേൾവിയും പോയി, വായിലെ പല്ലും കൊഴിഞ്ഞ്, ശരീരം ചുക്കിച്ചുളിഞ്ഞ് 100,000 രോഗങ്ങൾക്ക് അധീനമായി കഴിയുമ്പോൾ, എന്നാൽ കർത്താവേ, ഞാൻ ഇനിയുള്ള എൻ്റെ ആയുഷ്കാലം അങ്ങയുടെ കരങ്ങളിൽ തരുന്നു എന്ന് പറയാൻ നമ്മൾ കാത്തിരിക്കുകയാണോ? ഏത് പ്രായത്തിൽ പറഞ്ഞാലും കർത്താവ് സ്വീകരിക്കും കേട്ടോ, അതിന് കുഴപ്പമില്ല. പക്ഷേ ഈ കാലം വരെ എവിടെയായിരുന്നു നമ്മൾ? ജാതീയ രാജാക്കന്മാർക്ക് അടിയറ പറഞ്ഞ് ജാതീയ പ്രഭുക്കന്മാരുടെ ഏറാൻമൂളികളായി നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഓടി നടന്ന് ഐസും ആരോഗ്യവും ദൈവം തന്നതെല്ലാം വിറ്റ് കളഞ്ഞില്ല. അങ്ങനെ കിടക്കുന്ന ഊഷര ഭൂമിയെ നല്ല മനോഹരമായ കനാൻ ദേശത്തെ ഊഷരഭൂമിയാക്കി മാറ്റി അതിന്റെ അനുഭവം പറ്റിക്കൊണ്ടിരുന്ന സകല രാജാക്കന്മാരെയും യോശുവ കീഴടക്കണം. അതൊരു ദുർശക്തിയാണ്, അതിനെ കീഴടക്കണം. എപ്പോഴും നമ്മിലേക്ക് നെഗറ്റീവ് എനർജി മാത്രം ഇഞ്ചക്ട് ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഇപ്പോൾ ഒരു പരിധി വരെ പറഞ്ഞാൽ നമ്മളുടെ മീഡിയാസ് അതിനകത്ത് വളരെ മികവ് കാണിക്കുകയാണ്. നിങ്ങൾ തുറന്നു നോക്കിക്കോ, വാർത്ത കേൾക്കാനായി നമ്മൾ ഏത് ചാനൽ ഓപ്പൺ ചെയ്താലും ബലാത്സംഗത്തെക്കുറിച്ചും കൊലപാതകത്തെക്കുറിച്ചും മോഷണത്തെക്കുറിച്ചും ചതിയെക്കുറിച്ചും പറ്റിപ്പിനെ കുറിച്ചും തട്ടിപ്പിനെ കുറിച്ചും ഒട്ടിപ്പിനെ കുറിച്ചും വളരെ നീചമായ കർമ്മങ്ങൾ, പ്രവൃത്തികളെ കുറിച്ച് എല്ലാം ഒരു നെഗറ്റീവ് മെസ്സേജാണ്. ഇതിനാണ് കൂടുതൽ റേറ്റിംഗ് കിട്ടുന്നത് ഒരു പക്ഷെ അതുകൊണ്ട് ആരും തിരുത്തപ്പെടുകയല്ല. പലരും അതിനു വേണ്ടി, ആ ഹീറോയിസത്തിന് വേണ്ടി കൊതിച്ച് പലരും വീണ്ടും വീണ്ടും ക്രിമിനലുകളായിക്കൊണ്ടിരിക്കുന്ന കാലം. ഒരുപക്ഷെ ചാനലുകൾക്ക് റേറ്റിംഗ് കിട്ടുമായിരിക്കും, പക്ഷെ സമൂഹത്തിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടുകയാണ്. ഞാൻ വളരെ പരിമിതമായ വാക്കുകളിൽ പറയട്ടെ, ഇത് ലോകത്ത് വലിയ അപച്യുതി ഉണ്ടാക്കി. സംഭവിക്കുന്നത് പരാജയമാണ്, സംഭവിക്കുന്നത് തോൽവിയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവത്താൽ വിളിക്കപ്പെട്ട നമ്മൾക്ക്
ഈ ലോകത്ത് വലിയൊരു യുദ്ധമുണ്ട്. പവർ വിഷൻ ചാനലിനെ പോലെ മറ്റിതരങ്ങളായ സുവിശേഷ ചാനലുകൾ ഇന്ന് കൃപയാൽ നമുക്ക് ലഭ്യമാണ്. സുവിശേഷത്തിന്റെ മുൻപിൽ ജനങ്ങൾ ആകർഷിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് അനേകരെ ഉണർത്തട്ടെ. ഒരു വ്യക്തിയിലൂടെയല്ല, ഒരു ചാനലിലൂടെയല്ല, ഒരു പ്രസ്ഥാനത്തിലൂടെയല്ല, ഒരു സഭയിലൂടെയല്ല, ഒരു സംഘടനയിലൂടെയല്ല, സമഗ്രമായി എല്ലാവരിലൂടെയും ലോകത്തൊരു വലിയ ആത്മീയ ഉണർവിനെ ലക്ഷ്യമിട്ട് ഈ നാളിൽ കർത്താവ് ശക്തിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ദുഷ്ടശക്തിയും പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ മേൽ ജയം വരിക്കണം, അതിൻ്റെ മേൽ ജയം കൊള്ളണം. 10-ാം അധ്യായം മുഴുവനും യോശുവയുടെ വിജയഗാഥയാണ്. യോശുവ വിജയിച്ചതിന്റെ കഥയാണ്. ഒറ്റക്കാര്യമേ അതിന് കാരണമുള്ളൂ. യഹോവ കൽപ്പിച്ചതുപോലെ യോശുവ ചെയ്തു. അതുകൊണ്ട് യോശുവ ജയിച്ചു. പൂർവപിതാക്കന്മാർക്ക്, അബ്രഹാം മുതലുള്ളവർക്ക് വാഗ്ദത്തം ചെയ്ത് ഉടമ്പടികളാൽ ഉറപ്പിച്ചത് യോശുവ നേടിയെടുത്തു. തന്നെ ചുമതല ഏൽപ്പിച്ച, മോശ ചുമതലപ്പെടുത്തിയ ചുമതല വളരെ ഭംഗിയായി ഉത്തരവാദിത്തോടെ നിറവേറ്റി. ദൈവത്തിൻ്റെ അഭിഷേകം, അതിൻ്റെ സാർത്ഥകത്വം നന്നായി മനസ്സിലാക്കി അതിനനുസരിച്ച് നിന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളുടെ ജീവിതം കർത്താവിനായി നൽകും. ഈ പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ ഈ ടീം ഓഫ് ഇന്ത്യ ഭാരത ഗ്രാമങ്ങളിൽ ചെയ്യുന്ന ശുശ്രൂഷകൾ നിങ്ങൾക്ക് ദർശിക്കാം. നിങ്ങളത് കാണണം. ഭാരതത്തോടുള്ള നമ്മുടെ വിധേയത്വം, നമ്മളുടെ ഉത്തരവാദിത്വം. അനേകം ജാതികൾ യേശുവിനെ അറിയാത്തവരായി കഴിയുന്നു. അതെല്ലാം പിടിച്ചെടുക്കേണ്ടത് ഓരോ രക്ഷിക്കപ്പെട്ട ദൈവവൈതലിൻ്റെയും ആവശ്യമാണ്. എല്ലാ പ്രേക്ഷകരെയും ഈ യുദ്ധത്തിൽ പങ്കാളികളാകാൻ കർത്താവിൻ്റെ നാമത്തിൽ ക്ഷണിക്കുകയാണ്. നമ്മുടെ യുദ്ധം ആയുധം കൊണ്ടല്ല, നമ്മുടെ യുദ്ധം വചനം കൊണ്ടാണ്. നമ്മുടെ യുദ്ധം മാരകമായ അണുവായുധങ്ങളാലല്ല, നമ്മുടെ യുദ്ധം സ്നേഹത്തിൻ്റെ വചന സന്ദേശങ്ങളാലാണ്. ആ യുദ്ധത്താൽ നമുക്ക് ജയിക്കാം. കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ വചനം കേട്ട എല്ലാ പ്രിയ മക്കളെയും അങ്ങയുടെ പൊന്നുകരങ്ങളിലേക്ക് സവനീയം സമർപ്പിക്കും. അവിടുന്ന് അനുഗ്രഹിക്കണമേ, ഒരുക്കണമേ, സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും